ഹലോ എവറി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാംഗ്വേജ് സ്റ്റഡീസ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലിംഗ്വിസ്റ്റിക്സ്, അതിൻ്റെ നേച്ചറും സ്കോപ്പും എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് it is a scientific study of the system and principles underlying human language. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മീഡിയമാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും സിസ്റ്റമിനെ കുറിച്ചും പഠിക്കുന്ന പഠനത്തെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതൊരു സയൻറ്റിഫിക് സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണ്, ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് അതിന് വരുന്നത്, അതിൻ്റെയൊക്കെ ഡേറ്റ, അതിൻ്റെയൊക്കെ തിയറീസ് പഠിക്കുന്നതിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സയൻറ്റിഫിക് അപ്രോച്ച് ഉള്ളതുകൊണ്ടാണ് ഇനി ഒരു സയൻറ്റിഫിക് സ്റ്റഡി എന്നും കൂടി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ലിംഗ്വിസ്റ്റിക്സിന് പ്രധാനമായിട്ട് 2 എയിമാണുള്ളത്. ഒന്ന്, ലാംഗ്വേജിൻ്റെ നേച്ചറിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആ ഒരു ഒറിജിനെ കുറിച്ച് പഠിക്കുക, അങ്ങനെ തിയറി ഫോം ചെയ്യുക. രണ്ടാമത്തെ എയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ലാംഗ്വേജിനെയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ്സിനെയും ഡിസ്ക്രൈബ് ചെയ്യുക. ഇതാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ മെയിൻ 2 എയിം എന്ന് പറയുന്നത്. ഇനി ഒരു ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നൊരു വ്യക്തിയെ നമ്മൾ ലിംഗ്വിസ്റ്റ് എന്നും പറയും. അപ്പോൾ നേച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക്സും അതിൻ്റെ സ്കോപ്പും ഏകദേശം ഇൻ്റർകണക്റ്റഡ് ആണ്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ലിംഗ്വിസ്റ്റിൻ്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ ഒരു ലിംഗ്വിസ്റ്റിക്സ് എന്നൊരു സ്റ്റഡിയുടെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ലാംഗ്വേജ് എന്നുള്ളതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനൻ ആണ് നമുക്കറിയാം. അപ്പോൾ ജനറലി ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ ഒരു ലിംഗ്വിസ്റ്റിന് സാധിക്കില്ല. അപ്പോൾ ആളെന്ത് ചെയ്യും, ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ ആയിരിക്കും ആ ഒരു വ്യക്തി പഠിക്കാൻ ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, ലാംഗ്വേജ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നൊരു ആസ്പെക്റ്റ് മാത്രമായിരിക്കും ഒരു ലിംഗ്വിസ്റ്റ് പഠിക്കുന്നത്. അല്ലെങ്കിൽ ലാംഗ്വേജിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു ആസ്പെക്റ്റ് മാത്രമായിരിക്കും ഒരു ലിംഗ്വിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടധികം ബ്രാഞ്ചസും ഒരുപാടധികം ടൈപ്സും ലിംഗ്വിസ്റ്റിക്സ് എന്ന സ്റ്റഡിക്കുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന 5 മെയിൻ സബ് ലെവൽസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഫോണറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് ആർട്ടിക്കുലേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. ഇപ്പം നമ്മളൊരു വാക്കെടുക്കുകയാണെങ്കിൽ അത് ഓരോ സൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സ്പീച്ച് സൗണ്ടിനെയും അതെങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന സ്റ്റഡിയാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഫോണോളജി എന്താണ്? ഈ ഒരു സ്പീച്ച് സൗണ്ട്സ് ഇനി അടുത്തെന്താവും, സിലബിൾസ് ആവും. ഈ സിലബിൾസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫോണോളജി. ഇനി സിലബിൾസ് എല്ലാം കൂടി ഓർഗനൈസ് ആയിട്ടാണ് ഓരോ വാക്കുകൾ ഉണ്ടാവുന്നത്, വേർഡ്സ്. ഈ ഒരു വേർഡ് ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ വേർഡ്സ് എല്ലാം കൂടി ഓർഗനൈസ് ആയിട്ടാണ് ഫ്രേസസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് ഉണ്ടാവുന്നത്. ഇതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻറ്റൻസസ് എല്ലാം തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു മീനിങ് ഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴല്ലേ അതിനൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഈ മീനിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ 5 ലെവൽസ് കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ഫോണറ്റിക്സ്, സ്പീച്ച് സൗണ്ട്, സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്. ഫോണോളജി, സ്റ്റഡി ഓഫ് സിലബിൾസ്. മോർഫോളജി, ഇന്റേണൽ ഓർഗനൈസേഷൻ ഓഫ് വേർഡ്സ്. സിൻടാക്സ്, organization of words into phrases and sentences. Semantics, study of meaning. ഇതാണ് ഒരു ലിംഗ്വിസ്റ്റിക്സിൻ്റെ സ്കോപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഓരോ ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിന് വേണമെങ്കിൽ സ്പീച്ച് സൗണ്ട് മാത്രം സ്റ്റഡി ചെയ്യാം. അപ്പോൾ അതിനെന്ത് വിളിക്കും, ഫോണറ്റിക്സ്. ആ ഒരു സ്റ്റഡിയെ ഫോണറ്റിക്സ് എന്ന് വിളിക്കും. മീനിങ് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, സിമാൻറ്റിക്സ്. ഇതാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ സ്കോപ്പും 5 ലെവലും. ഇനി ലിംഗ്വിസ്റ്റിക്സിനെ വീണ്ടും നമുക്ക് 2 ഡിവിഷനായിട്ട് കണക്കാക്കാൻ സാധിക്കും. ഇപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ
ഞാനിപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ഒറിജിനെ കുറിച്ച് പഠിക്കുകയാണ്. അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോൾ പ്രസൻറ്റ് ജനറേഷൻ വരെയുള്ള ലാംഗ്വേജിൻ്റെ ആ ഒരു ഒറിജിനെ പഠിക്കുകയാണെങ്കിൽ അതിനെ ഡയക്രോണിക് സ്റ്റഡി എന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക് എന്നായിരിക്കും വിളിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിലെ ലാംഗ്വേജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എലിസബത്ത് ഏജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ആയിരുന്നു എന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് മാത്രമായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ വാക്കുകൾ എങ്ങനെയായിരുന്നു, മീനിങ് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു സർട്ടൺ ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം നടക്കുന്ന സ്റ്റഡി ആയതുകൊണ്ട് അതിനെ സിങ്ക്രോണിക് എന്നാണ് വിളിക്കുന്നത്. അതല്ല, ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ആംഗ്ലോ സാക്സൺ ഏജ് തൊട്ട് ഇപ്പോൾ പ്രസൻറ്റ് ഈ ഒരു 2026 വരെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ ഡയക്രോണിക് എന്നാണ് പറയുന്നത്. ഇതാണ് ലിംഗ്വിസ്റ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഡിവിഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലാംഗ്വേജിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. കാരണം ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജ് എന്താണ്, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ലാംഗ്വേജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അപ്പോൺ വേർഡ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഇൻ ടു സെൻറ്റൻസസ്. ഇത് അധികം ഒരു ഒരു ഡിസ്കഷൻ ആവശ്യമില്ലാത്തൊരു കോൺസെപ്റ്റാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് വാക്കുകളും സെൻറ്റൻസസും കൊണ്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മീഡിയം വെച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലാംഗ്വേജിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് വെർബൽ ആൻഡ് വോക്കൽ. കാരണം ഒരുപാടധികം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷേ ഏറ്റവും സുപ്പീരിയോറിറ്റി ഒരു പ്രൈമറി സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് മനസ്സിൽ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ സൈലൻ്റ് ആയിട്ട് വെറുതെ നോട്ട്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി എൻ്റെ സൗണ്ട് ഉപയോഗിച്ച് ഞാൻ ശബ്ദത്തിലൂടെ നിങ്ങളായിട്ടൊരു വേർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴാണ് ഒരു പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഐഡിയ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതലും അതിന് ആ ഒരു സൗണ്ടും ഒരു ആർട്ടിക്കുലേഷനും ഒരു വെർബൽ മീനിങ്ങും കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് ലാംഗ്വേജിനെ വെർബലാണ് വോക്കലാണെന്ന് നമ്മൾ പറയുന്നത്. ഇനി ലാംഗ്വേജിനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നമുക്ക് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ട്രാഫിക് ലൈറ്റ്, റോഡ് സിഗ്നൽസ് ഒക്കെ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കറിയാം റെഡ് സിഗ്നൽ എന്താണ് സൂചിപ്പിക്കുന്നത്. റെഡ് മീൻസ് സ്റ്റോപ്പ്, ഗ്രീൻ മീൻസ് ഗോ. ഇതെല്ലാം എഴുതി വെച്ചിട്ടില്ല. ഇതെല്ലാം നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നോൺ വെർബലാണ്. ആ ഒരു ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രാഫിക് റൂൾ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ റോഡിലെ സൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ ഫ്ലാഗിൻ്റെ കളറും ആ ഒരു ഫ്ലാഗിൻ്റെ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് രാജ്യത്തെയാണെന്നുള്ളത്. ഇത് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ഒരു രീതിയിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ലാംഗ്വേജിനെ മോസ്റ്റ് പവർഫുൾ, കൺവീനിയൻറ്റ് ആൻഡ് പെർമനൻറ്റ് മീൻസ് ആൻഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്നത്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മീനിങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകത്തുള്ളൂ. ഈ ഒരു ലാംഗ്വേജിലൂടെ തന്നെയാണ് നമ്മൾ നമ്മളുടെ അറിവ് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നത്, നമ്മുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഫീലിങ്സ് പോലും നമ്മൾ ഷെയർ ചെയ്യുന്നത്, കൺവേ ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സോഷ്യൽ ഫിനോമിനൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സൊസൈറ്റിയുടെ ഒരു ഫോർമേഷനിൽ ലാംഗ്വേജ് ഒരു ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് യുണീക്കാണ്, ക്രിയേറ്റീവാണ്, അതുപോലെ തന്നെ മോഡിഫയബിൾ ആണ്. ലാംഗ്വേജിന് ഒരു ഓപ്പൺ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്, അതിന് ഏത് നിമിഷം വേണമെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഒരു കാര്യം, ലാംഗ്വേജ് എല്ലാം യുണീക്കാണ്. മലയാളം ഭാഷ എടുക്കാം. മലയാളം ഭാഷയ്ക്ക് അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ തമിഴ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടിൽ നിന്നും
കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്ത്യക്കുള്ളിൽ ഓരോ ദേശത്തും ഓരോ ഭാഷയുണ്ട്. അതിന് അതിൻ്റേതായ ഒരു സ്ട്രക്ചറും സിസ്റ്റവും ഒരു മീനിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ലാംഗ്വേജ് യുണീക്ക് ആണെന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അത് ക്രിയേറ്റീവാണ്. ഓരോ ജനറേഷനിലും ഓരോ ടൈം പീരീഡിലും പുതിയ പുതിയ വാക്കുകൾ ഈ ഒരു വൊക്കാബുലറിയിൽ ആഡ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോവിഡ് ടൈം എടുക്കാം. കോവിഡ് എന്ന ആ വാക്ക് തന്നെ, അതുപോലെ തന്നെ കോവാക്സിൻ, കോവിഷീൽഡ്, അതുപോലെ തന്നെ ലോക്ക്ഡൗൺ, ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഈ വാക്കുകളെല്ലാം തന്നെ നമ്മുടെ ഡിക്ഷണറിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറിയിലേക്ക് വന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ കൂടിച്ചേർത്തുള്ള മീനിങ്സ്, അബ്രീവിയേഷൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ വൊക്കാബുലറിയിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസം തന്നെ പുതിയ വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ടാണ് ലാംഗ്വേജ് എന്നൊരു ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാരണം അത് ഫ്ലെക്സിബിൾ ആണ്. ലാംഗ്വേജിന് ഏത് നിമിഷവും എങ്ങനെ രീതിയിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, പിന്നെ അവസാനം പറയുന്ന പോയിൻ്റാണ് ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ഈ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ തന്നെ ആർബിട്രറി എന്നുള്ളത് ഒരു കീ വേർഡാണ്. അപ്പം അതിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർബിട്രറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റും അതിന് നമ്മൾ കൊടുക്കുന്ന വേർഡിനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഇതാണ് ബേസിക് ഐഡിയ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബുക്കിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ബുക്ക് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എന്ത് പറയും? പുസ്തകം. ഹിന്ദിയിൽ എന്ത് പറയും? കിതാബ്. അങ്ങനെ ഓരോ ഭാഷയിലും അതേ ഒബ്ജക്റ്റിന് പല വാക്കുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരേ ഒബ്ജക്റ്റിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ആർബിട്രറി എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, ഒബ്ജക്റ്റ് സെയിം ആണ്, പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ഭാഷയിലും നമ്മൾ ആ സെയിം ഒബ്ജക്റ്റിനെ വിളിക്കുന്നത് വേറെ വേറെ പേരുകൾ വെച്ചിട്ടാണ്. അത് പോസിബിൾ ആവുന്ന എന്തുകൊണ്ടാണ്? ലാംഗ്വേജ് ആർബിട്രറി, അതായത് ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാക്കും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഭാഷയിലും ഒരേ ഒബ്ജക്റ്റിനോ ഒരേ സ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരേ ഒരു വസ്തുവിനോ സ്ഥലത്തിനോ നമ്മൾ പല പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആർബിട്രറി എന്നുള്ളൊരു ഐഡിയയുടെ മീനിങ്. അപ്പം ലാംഗ്വേജ് ആർബിട്രറി ആണ്. കാരണം ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് അത് നമ്മളായിട്ട് കൊടുക്കുന്നതാണ്. നമ്മുടെ ഭാഷയിൽ നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു വാക്കാണ്. അത് തമ്മിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു കണക്ഷൻ ഒന്നും തന്നെ ഇല്ല. ഒരു ഒബ്ജക്റ്റിന് ഒന്നിൽ കൂടുതൽ പേരുകൾ പോസിബിൾ ആണ് പല ഭാഷകളിൽ. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഈ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ട്രീ എന്നൊരു എക്സാമ്പിളാണ്. അത് നമുക്ക് എടുക്കാം. ഇംഗ്ലീഷിൽ ട്രീ എന്ന് വിളിക്കും, മലയാളത്തിൽ മരം എന്ന് വിളിക്കും. അപ്പോൾ തന്നെ പല ഭാഷകളിൽ പല രീതിയിലാണ് നമ്മൾ അതേ ഒബ്ജക്റ്റിന് ഓരോ വാക്കുകൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ലാംഗ്വേജസ് ആർബിട്രറി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇൻട്രൊഡക്ഷറി വീഡിയോയിൽ. നമ്മൾ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ സ്റ്റഡി ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, ബേസിക് ഡെഫിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പ്. എന്തൊക്കെയാണ് 5 ലെവൽസ്? ഫൊണറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക്സ്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ 2 മെയിൻ ഡിവിഷൻ എന്തൊക്കെയാണ്? ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക്. ഡയക്രോണിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് സ്റ്റാർട്ടിങ് തൊട്ട് പ്രസൻറ്റ് ജനറേഷൻ വരെ ഞാൻ പഠിക്കുകയാണെങ്കിൽ അതിനെ ഡയക്രോണിക് എന്ന് വിളിക്കും. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലെ ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ അതിനെ സിങ്ക്രോണിക് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോയിൽ വരുന്നത്. ഇത് വളരെ ബേസിക് ആണ്. ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് സ്റ്റഡീസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസും ഇനിയുള്ള കോൺസെപ്റ്റ്സും കുറച്ചും കൂടി നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ സ്കോപ്പ് പറഞ്ഞു ഒരുപാടധികം ബ്രാഞ്ചസ് വരുന്നുണ്ട്. ലാംഗ്വേജിൻ്റെ തന്നെ ഓരോ ആസ്പെക്റ്റ് പഠിക്കുമ്പോൾ ഒരുപാടധികം ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള മീനിങ് ഞാൻ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് എങ്ങനെയാണ് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നത്, സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് ഞാൻ പഠിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. മാത്രമല്ല
ലാംഗ്വേജും സൈക്കോളജിയും തമ്മിലുള്ള കണക്ഷൻ പഠിക്കുകയാണെങ്കിൽ തന്നെ പറയും സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. ഇങ്ങനെ ഒരുപാടധികം ബ്രാഞ്ചസും ടൈപ്സും ലിംഗ്വിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലായിരിക്കും പഠിക്കുന്നത്. സോ ഇതുപോലെ തന്നെ ഒരുപാടധികം ബ്രാഞ്ചസ് പോസിബിൾ ആണ്. പക്ഷേ ഈ ബ്രാഞ്ചസ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, എന്താണ് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളതിൻ്റെ ഫൗണ്ടേഷൻ അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ നോട്ട്സ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ട്രൈ ടു ജോയിൻ. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ ലിംഗ്വിസ്റ്റിക് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ വീഡിയോ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ് ആൻഡ് ഐ വിൽ സീ യു in my next video.